എല്ലാ കൂട്ടുകാർക്കും വേദാസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പുതിയൊരു കഥയാണ്. എന്താണ് നമ്മുടെ കഥയുടെ പേര്? മേക്കിംഗ് എ മാംഗോ പിക്കിൾ. അപ്പോൾ എന്താണ് നമ്മുടെ കഥയുടെ പേര്? കൂട്ടുകാരൊന്ന് വായിച്ചേ. മേക്കിംഗ് എ മാംഗോ പിക്കിൾ. അപ്പോൾ എന്താണ് മാംഗോ പിക്കിൾ? അപ്പോൾ നിങ്ങൾ പരസ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ പിക്കിൾ? അച്ചാറാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അച്ചാർ ഇഷ്ടമല്ലേ? അപ്പോൾ മാംഗോ പിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? മാങ്ങ അച്ചാർ. ഒരുപാട് തരത്തിലുള്ള അച്ചാറുണ്ട്. മാങ്ങ അച്ചാറുണ്ട്, വെളുത്തുള്ളി അച്ചാറുണ്ട്, പിന്നെ മുളകച്ചാറുണ്ട്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള അച്ചാറുണ്ട്. കക്ക അച്ചാർ വരെ ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന ഒരു കഥയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ടാക്കുന്ന. അപ്പോൾ നമ്മുടെ കഥയുടെ പേര് മേക്കിംഗ് എ മാംഗോ പിക്കിൾ. ഒരു മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നു. അപ്പോൾ അതാണ് നമ്മുടെ കഥയുടെ പേര്. ഒരു മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നു. മേക്കിംഗ് എ മാംഗോ പിക്കിൾ. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ അറിയാവോ? ഈ മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നത് എളുപ്പമാണോ അല്ലെ വളരെ പാടാണോ? നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? വീട്ടിൽ അമ്മയൊക്കെ സഹായിച്ചിട്ടുണ്ടോ? അപ്പം ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലാണ് മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നത്. ചിലർ ഉണക്കി ഉണ്ടാക്കുന്നവരുണ്ട്, ചിലർ മുളക് പൊടി ഇല്ലാതെ ഉണ്ടാക്കുന്നവരുണ്ട്, ചിലർ മുളക് പൊടി ഇട്ടുണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ മാങ്ങാച്ചാർ ഉണ്ടാക്കുകയാണല്ലേ. അപ്പോൾ ഇവിടെ നോക്കി, അതിൻ്റെ മുകളിലൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. പ്രിപ്പയറിങ് മാംഗോ പിക്കിൾ ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക് ഓൾവേസ്. അപ്പോൾ ഒരു മാങ്ങാച്ചാർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും വളരെ എളുപ്പമുള്ളൊരു കാര്യമൊന്നും അല്ലല്ലേ. പ്രിപ്പയറിങ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക. അപ്പോൾ പ്രിപ്പയറിങ് മാംഗോ പിക്കിൾ ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക് ഓൾവേസ്. അപ്പോൾ ഒരു മാങ്ങാച്ചാർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എക്കാലത്തും വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല. ബട്ട് ഡസ് ഇറ്റ് ക്രിയേറ്റ് പ്രോബ്ലം ഇൻ ഓൺസ് ലൈഫ്? അപ്പോൾ നിങ്ങൾക്ക് മാങ്ങാച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടാക്കിയതിൽ നിങ്ങൾക്ക് വല്ല പ്രശ്നവും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ, കൂട്ടുകാരുടെ ജീവിതത്തിൽ മാങ്ങാച്ചാർ ഉണ്ടാക്കിയതിന് വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഒന്നല്ലെങ്കിൽ നമ്മൾ അമ്മ വഴക്ക് പറയും. ആവശ്യമില്ലാതെ മുളക് പൊടി എണ്ണയൊക്കെ പാഴാക്കി മാങ്ങാച്ചാർ ഉപ്പൊക്കെ കൂട്ടി ഉണ്ടാക്കി നമുക്ക് വഴക്ക് കിട്ടുമല്ലേ. അപ്പം ഇവിടെ മാങ്ങാച്ചാർ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വല്ല പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? മാങ്ങാച്ചാർ ഉണ്ടാക്കി അതിന് അടി കിട്ടിയവരൊക്കെ ഉണ്ടോ അമ്മേരെന്ന്? ഉണ്ടോ? അപ്പോൾ ഈ മാങ്ങാച്ചാർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ വല്ല പ്രശ്നങ്ങളും സംഭവിക്കുമോ? അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ബട്ട് ഡസ് ഇറ്റ് ക്രിയേറ്റ് എ പ്രോബ്ലം ഇൻ ഓൺസ് ലൈഫ്? ഇപ്പോൾ ഒരു മാങ്ങാച്ചാറിന് ആരുടെയെങ്കിലും ജീവിതത്തിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ കഴിയുമോ? അപ്പോൾ പറയുകയാണ്, ലെറ്റ്സ് ഗോ ത്രൂ ദ സ്റ്റോറി. അപ്പോൾ നമുക്ക് ഈ കഥ നോക്കാം. അങ്ങനെ മാങ്ങാച്ചാർ ഉണ്ടാക്കിയിട്ട് എന്ത് പ്രശ്നമാണ് ഇവിടെ ഉണ്ടായതെന്ന് നോക്കാം. വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ് കേട്ടോ ഇത്. നോക്കിക്കേ, മേക്കിംഗ് എ മാംഗോ പിക്കിൾ. അപ്പോൾ ആരാ ഈ കഥ എഴുതിയത്? താഴോട്ട് നോക്കിക്കേ, ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ആരാണ്? കുറച്ച് ലോങ് സ്റ്റോറിയാണ്, കുറച്ച് നീണ്ട കഥയാണ് കേട്ടോ ഇത്. അപ്പം നോക്കിക്കേ, ആരായി കഥ എഴുതി? നോക്കിക്കേ, വിഭൂതി ഭൂഷൺ ബാന്ധോപാധ്യായ്. അപ്പോൾ ആ പേരെല്ലാവരും ഒന്ന് ഉറക്കെ വായിച്ചേ. വിഭൂതി ഭൂഷൺ ബാന്ധോപാധ്യായ്. അപ്പോൾ ഇദ്ദേഹം പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ബംഗാളി റൈറ്ററാണ് അദ്ദേഹം കേട്ടോ. ഒരു ബംഗാളിൽ ജനിച്ചു വളർന്ന് ബംഗാളിലെ ജീവിത സാഹചര്യങ്ങളെ പറ്റിയൊക്കെ എഴുതുന്ന ഒരു ബംഗാളി റൈറ്ററാണ് നമ്മുടെ വിഭൂതി ഭൂഷൺ ബാന്ധോപാധ്യായ്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് 1894, 1894 ജനിക്കുകയും 1915, 1950 മരണമടയുകയും ചെയ്ത ഒരാളാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു കേട്ടോ. ബംഗാളിലെ സാഹിത്യകാരന്മാരിൽ വെച്ച് ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരാളായിരുന്നു വിഭൂതി ഭൂഷൺ ബാന്ധോപാധ്യായ്. അപ്പോൾ വാസ് വൺ ഓഫ് ദ ലീഡിങ് റൈറ്റേഴ്സ് ഓഫ് ദ മോഡേൺ ബംഗാളി ലിറ്ററേച്ചർ. അപ്പോൾ മോഡേൺ ബംഗാളി ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ആധുനിക ബംഗാളി സാഹിത്യത്തിലെ ലീഡിങ് റൈറ്റർ, വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ലീഡിങ് റൈറ്റർ എന്ന് വെച്ചാൽ ആധുനിക ബംഗാളി സാഹിത്യത്തിലെ മുൻനിരയിലുള്ള ഒരു എഴുത്തുകാരനായിരുന്നു ആര്? നമ്മുടെ വിഭൂതി ഭൂഷൺ ബാന്ധോപാധ്യായ്. ഹി വാസ് എ ടീച്ചർ. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. ബട്ട് ലേറ്റർ ഹി സെർവ്ഡ് ആസ് എ ട്രാവലിംഗ് പബ്ലിസിസ്റ്റ് ഫോർ ദ ഗൊറാക്സിനി സഭ. അപ്പോൾ എന്താണ് ഈ ട്രാവലിംഗ് പബ്ലിസിസ്റ്റ്? കൂട്ടുകാർക്ക് അറിയാമോ ഈ ട്രാവലിംഗ് പബ്ലിസിസ്റ്റ് എന്താണെന്ന്? ഇപ്പം ഈ ഏതെങ്കിലുമൊക്കെ വളരെ മനോഹരമായിട്ടുള്ളതും വളരെ പ്രശസ്തമായിട്ടുള്ളതുമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തിലൊക്കെ പോയിട്ട് ആ സ്ഥലത്തിൻ്റെ ഭംഗിയെക്കുറിച്ചും അവിടുത്തെ ജീവിത സാഹചര്യത്തെ പറ്റിയും അവിടുത്തെ പ്രകൃതിയെ പറ്റിയും കാലാവസ്ഥയെ പറ്റിയൊക്കെ എന്ത് ചെയ്യും? എഴുതിയിട്ട് ഇതിനെ നമ്മൾ ഇത് പ്രസിദ്ധീകരിക്കും. അപ്പോൾ അത് ആൾക്കാർ വായിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ യാത്രാ വിവരണങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അത് എഴുതുമ്പോൾ അത് വായിക്കുന്ന ആൾക്ക് നമ്മൾ നിന്ന് ആ കണ്ട സ്ഥലം കാണാൻ കഴിയണം അവരുടെ സങ്കല്പത്തിൽ. അപ്പോൾ അത്ര മനോഹരമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ച് വേണം ഈ യാത്രാ വിവരണങ്ങൾ എഴുതാം. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു സാഹിത്യകാരനുണ്ട്. ആരാണെന്നറിയാമോ? എസ്.കെ. പൊറ്റക്കാട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ എസ്.കെ. പൊറ്റക്കാട് വളരെ പ്രശസ്തനായിട്ടുള്ളൊരു യാത്രാ വിവരണം എഴുതുന്ന ഒരു ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം കുറേ ദ്വീപുകളിലൊക്കെ പോയിട്ട് അതിൻ്റെ കുറേ അനുഭവങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് അദ്ദേഹത്തിൻ്റെ ബുക്കുകളൊക്കെ കിട്ടുകയാണെങ്കിൽ വായിച്ചു നോക്കണം. വളരെ മനോഹരമാണ്. അത് വായിക്കുമ്പോൾ നമുക്ക് ആ സ്ഥലം കാണാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹവും നമ്മുടെ വിഭൂതി ഭൂഷൺ ബാന്ധോപാധ്യായും ഇദ്ദേഹം ഒരു യാത്രാ വിവരണം എഴുതുന്ന ആളായിരുന്നു. അതായത് എന്താണ് നമ്മളതിനെ പറയുന്നത്?
ട്രാവലിംഗ് പബ്ലിസിറ്റി ഏതാണ് ഗുരാക്സിനി സഭയ്ക്ക് വേണ്ടി യാത്രാ വിവരണങ്ങൾ എഴുതുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇദ്ദേഹമൊക്കെ ബംഗാളിൽ പ്രവർത്തിച്ചിരുന്ന സാഹിത്യകാരനായിരുന്ന സമയത്ത് വെച്ചാൽ ബംഗാളിൽ ഒരുപാട് തരത്തിലുള്ള സമരങ്ങളും വിപ്ലവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ അവിടുത്തെ ജനജീവിതം എന്ന് പറയുന്നത് നമ്മുടെ കേരളം പോലെയൊന്നും അത്ര വികസിച്ചൊരു സ്ഥലമൊന്നും ആയിരുന്നില്ല ബംഗാൾ. ബംഗാളിൽ വളരെ സാധാരണപ്പെട്ട ഗ്രാമീണ ജീവിതമായിരുന്നു. വളരെ എന്താണ് അത്ര സാക്ഷരതകളോ എന്ന് വെച്ചാൽ അവരുടെ സാഹിത്യം വളരെ മനോഹരമാണ്. അവിടുത്തെ എഴുത്തുകാരൊക്കെ ഒരുപാട് നല്ല എഴുത്തുകളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത്ര വികസിച്ചിട്ടില്ലാത്തതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളുള്ള ആൾക്കാരായിരുന്നു ഈ ബംഗാളിൽ ജീവിച്ചിരുന്നത്. പിന്നെ അവരുടെ എന്ന് വെച്ചാൽ വളരെ ദാരിദ്ര്യമൊക്കെ അവർ ഒരുപാട് അനുഭവപ്പെട്ടിരുന്നു. പിന്നെ അവിടെ അപ്പോൾ ഇങ്ങനെ നടന്ന സമരങ്ങൾ വിപ്ലവങ്ങളൊക്കെ അവരുടെ സാഹിത്യ രചനയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കി, ഒരുപാട് സ്വാധീനം ചെലുത്തി. പറയുകയാണ് വിഭൂതി ഭൂഷൺസ് വർക്ക് ആർ ലാർജ്ലി സെറ്റ് ഇൻ ബംഗാൾ വിത്ത് ക്യാരക്ടേഴ്സ് ഫ്രം ദ റൂറൽ ലൈഫ്. അപ്പോൾ റൂറൽ ലൈഫ് എന്ന് വെച്ചാൽ സാധാരണ ജീവിതം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും ഏകദേശം ബംഗാളിൽ തന്നെയായിരുന്നു. ബംഗാളായിരുന്നു അതിൻ്റെ പശ്ചാത്തലം. ബംഗാളിലെ ജനജീവിതമായിരുന്നു ഒരു പശ്ചാത്തലം. ബംഗാളിലെ സാധാരണക്കാരായ ജനമായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ. പിന്നെ പറയാണ് ഹിസ് ബെസ്റ്റ് നോൺ വർക്ക് ഈസ് ദ നോവൽ സോങ് ഓഫ് ദ റോഡ്, അഥവാ അതിനെ നമ്മൾ ബംഗാൾ പറയുന്ന പഥേർ പാഞ്ചാലി എന്നാണ്. സോങ് ഓഫ് ദ റോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ വഴിയുടെ നാദം അല്ലെങ്കിൽ വഴിയുടെ ഗീതം എന്നാണ് പറയുന്നത്. അപ്പോൾ പഥേർ പാഞ്ചാലി എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നോവലും. അതുപോലെ തന്നെ ഈ ഒരു നോവലിനെ, പഥേർ പാഞ്ചാലി എന്ന് പറയുന്ന നോവലിനെ സത്യജിത് റേ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ സംവിധായകൻ സിനിമയാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ അക്കാലത്തെ ഏറ്റവും കൂടുതൽ പ്രശസ്ത ഒരു സിനിമയാണ്. ഇനി ഇനി വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ ഇനി വലിയ പഠനത്തിനൊക്കെ പോകുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ഈ പഥേർ പാഞ്ചാലി സിനിമയൊക്കെ നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ കാണണം കേട്ടോ, വളരെ നല്ലൊരു സിനിമയാണ്. അപ്പോൾ പറയാണ് വിച്ച് വാസ് ലേറ്റർ അഡാപ്റ്റഡ് ഇൻ ടു എ ഫിലിം ഓഫ് ദ സെയിം നെയിം ബൈ സത്യജിത് റേ. അപ്പോൾ ഈ പഥേർ പാഞ്ചാലി എന്ന് പറയുന്ന അതേ പേരോടുകൂടി തന്നെ സത്യജിത് റേ എന്ന് പറയുന്ന ഒരു സംവിധായകൻ എന്താക്കിയിട്ടുണ്ട്, ഒരു സിനിമയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു കുട്ടിയുണ്ട്, ദുർഗ എന്ന് പറയുന്ന നിങ്ങളെപ്പോലെയുള്ള ഒരു കുട്ടി, 11 വയസ്സായ ഒരു കുട്ടിയുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. പിന്നെ അവൾക്കൊരു അനിയനുണ്ട്, അപ്പു. നല്ല രസമാണ് കാണാൻ. പിന്നെ അവസാനം കുറച്ച് ട്രാജഡിയാണ്, നമുക്ക് വിഷമം വരും അവസാനം കാണുമ്പോൾ. അപ്പോൾ ഞാൻ അത് കഥ പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല, അത് കാണണം. അവസാനം നമുക്ക് കുറച്ചത് വിഷമം വരുന്നൊരു കഥയാണ്, ഒരു സിനിമയാണ്. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ബാലവിവാഹം എന്ന് കേട്ടിട്ടുണ്ടോ? പണ്ട് ഇപ്പോഴാണെങ്കിൽ 18 വയസ്സിൽ കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കാൻ പാടുള്ളൂ എന്ന് നിയമം വന്നിട്ടുണ്ട്. ഇപ്പോൾ 18 വയസ്സിന് 21 വയസ്സാക്കാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ അറിഞ്ഞു കേട്ടോ. അപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, 10, 11, 12, 13, 14 വയസ്സിലൊക്കെ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് വിടും. അപ്പോൾ അതിനെ പറ്റിയൊക്കെ പറയുന്നൊരു കഥയാണ്. വളരെ നല്ലൊരു കഥയാണ്. എങ്കിലും ലാസ്റ്റ് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു സങ്കടം വരും. അപ്പോൾ കൂട്ടുകാർ പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ദ സ്റ്റോറി മേക്കിംഗ് എ മാംഗോ ട്രീ പിക്കിൾ ഈസ് ആൻ എക്സ്ട്രാക്ട് ഫ്രം ദ അബ്രിജ്ഡ് വേർഷൻ ഓഫ് ദ പഥേർ പാഞ്ചാലി. അപ്പോൾ നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന് പറയുന്ന കഥയും ഈ പഥേർ പാഞ്ചാലിയുടെ അബ്രിജ്ഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സംഗ്രഹീത രൂപം, വളരെ ചുരുക്കിയ രൂപം. അതാണ് അബ്രിജ്ഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ സംഗ്രഹീത രൂപത്തിൽ നിന്നെടുത്തൊരു ഭാഗമാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്, ഈ മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വിഭൂതി ഭൂഷൺ ബാന്ധോപാധ്യായെക്കുറിച്ച് മനസ്സിലായോ? അക്കാലത്ത് ഏറ്റവും പ്രശസ്തനായിരുന്നൊരു വ്യക്തിയായിരുന്നു കേട്ടോ, ഒരു ബംഗാളി റൈറ്ററായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ നോവൽ ഏതാ? പഥേർ പാഞ്ചാലി. പഥേർ പാഞ്ചാലി എന്നെടുത്തൊരു ഭാഗമാണ് ഈ മേക്കിംഗ് എ മാംഗോ പിക്കിൾ. അപ്പോൾ ഇത് കുറച്ച് നീണ്ടൊരു കഥയാണ്, പക്ഷേ രസമുള്ളൊരു കഥയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. മേക്കിംഗ് എ മാംഗോ പിക്കിൾ. ഇറ്റ് വാസ് 8 or 9 in the morning. Hariha's son was playing by himself in the open veranda of their house when Durga called out suddenly from behind the jackfruit tree in their courtyard, "Appu, Appu!" She had just made an appearance after having been away from the home all the morning. അപ്പോൾ കൂട്ടുകാരൻ നോക്കിക്കേ, ഇറ്റ് വാസ് 8 or 9 in the morning. അപ്പോൾ രാവിലെ ഏകദേശം 8-9 മണിയാകുന്നതേ ഉള്ളൂ. Hariha's son was playing by himself in the open veranda of their house when Durga called out. അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ മനസ്സിൽ കാണണം. അപ്പം Hariha's son, ഹരിഹരൻ്റെ മകൻ, was playing by himself. അപ്പോൾ അവൻ ഹരിഹരൻ്റെ മകൻ വാസ് പ്ലേയിങ് ഹിംസെൽഫ്, ഒറ്റയ്ക്ക് നിന്ന് തന്നെത്താനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദ ഓപ്പൺ വരാന്ത ഓഫ് ദെയർ ഹൗസ്. അപ്പോൾ ഹരിഹരൻ്റെ മകൻ അവരുടെ വീട്ടുമുറ്റത്തുള്ള ഒരു തുറസായ വരാന്തയിൽ നിന്ന് ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിൽ കാണണം. വെൻ ദുർഗ കാൾഡ് ഔട്ട് സൺലി ഫ്രം ദ ബിഹൈൻഡ് ദ ജാക്ക് ഫ്രൂട്ട് ട്രീ ഇൻ ദെയർ കോർട്ട്യാർഡ്. അപ്പോൾ അവർക്കൊരു മുറ്റമുണ്ട്, ആ മുറ്റത്തിൽ എന്താണ്, ഒരു ജാക്ക് ഫ്രൂട്ട് ട്രീ ഉണ്ട്. അപ്പോൾ ഈ ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ എന്താണ്
പിറകിലിരുന്ന് ദുർഗ, അപ്പം ഈ ദുർഗയുടെ അനിയനാണ് അപ്പു. ഈ അപ്പുവാണ് ഹരിഹരൻ്റെ മകൻ എന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഈ അപ്പു അവരുടെ വീടിൻ്റെ വരാന്തയിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ മുറ്റത്ത് കോർട്ട്യാർഡിൻ്റെ അവിടെയുള്ള ഒരു പ്ലാവിൻ്റെ ജാക്ക് ഫ്രൂട്ട് ട്രീ, പ്ലാവിൻ്റെ പിറകിൽ നിന്ന് ദുർഗ വിളിക്കുകയാണ്. ഈ അപ്പുവിനെ വിളിക്കുകയാണ്. എന്താണ് വിളിക്കുന്നത്? അപ്പു അപ്പു എന്ന് ഉറക്കെ വിളിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിൽ കാണണം. അവരുടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു തുറന്ന ഒരു വരാന്തയുണ്ട്. വരാന്തയിൽ നിന്ന് ഹരിഹർ സൺ എന്ന് പറയുന്നത് ഈ അപ്പുവിനെയാണ് പറയുന്നത് കേട്ടോ. ഈ അപ്പു നിന്ന് കളിക്കുകയാണ്, ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ഒരു ഒരു പ്ലാവിൻ്റെ പിറകിൽ നിന്ന് അവൻ്റെ ചേച്ചി ദുർഗ ഇങ്ങനെ വിളിക്കുകയാണ്, അപ്പു അപ്പു. അപ്പോൾ പറയാണ്, ഇറ്റ് വാസ് 8 or 9 in the morning. ഹരിഹർ സൺ വാസ് പ്ലേയിങ് ബൈ ഹിംസെൽഫ് ഇൻ ദ ഓപ്പൺ വരാന്ത ഓഫ് their house when Durga called out suddenly from behind the jackfruit tree in their courtyard, അപ്പു അപ്പു. അപ്പോൾ പറയാണ്, ഹരിഹരൻ്റെ മകനായി ഈ അപ്പു അവൻ്റെ വരാന്തയിൽ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറ്റത്തുള്ള പ്ലാവിൻ്റെ പിന്നിൽ നിന്ന് അവൻ്റെ ചേച്ചി ദുർഗ വിളിക്കുകയാണ്, അപ്പു അപ്പു. ഷി ഹാഡ് ജസ്റ്റ് മെയ്ഡ് ആൻ അപ്പിയറൻസ് ആഫ്റ്റർ ഹാവിങ് ബീൻ എവേ ഫ്രം ഹോം ആൾ ദ മോർണിംഗ്. അപ്പോൾ അവൾ രാവിലെ തൊട്ട് വീട്ടിലില്ല. രാവിലെ തൊട്ട് വീട്ടിൽ നിന്ന് എങ്ങോട്ടോ പോയിട്ട് ഇപ്പം വന്ന് പ്രത്യക്ഷപ്പെട്ടതാണ് ഇപ്പോഴാണ് അവൾ പ്ലാവിൻ്റെ പിറകിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ രാവിലെ അവൾ വീട്ടിൽ നിന്ന് എങ്ങോട്ടോ പോയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പറയാണ്, ഷി ഹാഡ് ജസ്റ്റ് മെയ്ഡ് ഹെർ അപ്പിയറൻസ്. അവൾ ഇപ്പോൾ വന്ന് പ്രത്യക്ഷപ്പെട്ടതേ ഉള്ളൂ. ആഫ്റ്റർ ഹാവിങ് ബീൻ എവേ ഫ്രം ഹോം ആൾ ദ മോർണിംഗ്. അപ്പോൾ രാവിലെ മുഴുവൻ വീട്ടിൽ നിന്ന് എങ്ങോട്ടോ പോയിട്ട് ഇപ്പോൾ വന്ന് വീട്ടിൽ വന്നതേ ഉള്ളൂ. ഇപ്പോൾ പ്ലാവിൻ്റെ പിറകിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടതേ ഉള്ളൂ. ദുർഗ വാസ് നൗ എബൌട്ട് 11. അപ്പോൾ ഇവളെന്താണ്, 11 വയസ്സുകാരിയാണ്. ഈ ദുർഗ വാസ് എബൌട്ട് 11, 11 വയസ്സായിട്ടേ ഉള്ളൂ. ഷി വാസ് തിൻ ആൻഡ് ഡാർക്കർ ദാൻ അപ്പു. അപ്പോൾ അപ്പുവിനേക്കാളും വളരെ തിന്നായിരിക്കും, ഡാർക്കറുമായിരുന്നു. വളരെ മെലിഞ്ഞതും അതുപോലെ തന്നെ വളരെ കറുത്തിട്ടുമായിരുന്നു. ആൻഡ് ഗ്ലാസ് ബാങ്കിൾസ് ക്ലിങ്ങിങ് ഓൺ ഹെർ ഹാംസ്. അപ്പോൾ അവിടെ കയ്യിൽ വളകൾ എന്ത് ചെയ്തു, കിലുങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കയ്യിൽ വളകൾ കിലുങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ പണ്ടത്തെ സ്ത്രീകളെ നിങ്ങൾക്കറിയാം, അവരുടെ കയ്യിൽ കുപ്പി വളകളൊക്കെയാണ് കിടക്കുന്നത്. അവർ ഇന്നത്തെ പോലെ ഈ നമ്മുടെ ഈ സ്വർണ്ണ വളയൊന്നും ഇടാനുള്ള ഒരു സാഹചര്യമൊന്നും അവർക്കില്ല. അപ്പോൾ അവൾ കുറച്ച് കുപ്പി വളമാണ് ഇട്ടിരുന്നത്. അത് അവളുടെ ക്ലിങ്ങിങ് അതിങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. എ നോൺ ടു ക്ലീൻ സാരി. അപ്പോൾ അത്ര വൃത്തിയില്ലാത്തൊരു സാരിയാണ് ഉടുത്തിരുന്നത്. അപ്പോൾ ഇന്നത്തെ പെൺകുട്ടികളെ പോലെ അന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, അത് അന്ന് പഴയ ഒരു കഥയാണ്. അപ്പോൾ അന്ന് അവൾ അത്ര വൃത്തിയൊന്നും ഇല്ലാത്തൊരു സാരിയാണ് അവൾ ഉടുത്തിരുന്നത്. പിന്നെ പറയാണ്, വിൻഡ് സ്വെപ്റ്റ് ഡ്രൈ ഹെയർ ഫ്ലൈയിങ് എനിവേ. അപ്പോൾ അവളുടെ വിൻഡ് സ്വെപ്റ്റ്, അതായത് അവളുടെ ഡ്രൈ ഹെയർ ഇങ്ങനെ പറക്കുമായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. കാരണം ദുർഗയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ ചോദിക്കുമ്പോൾ ഇത് അത്യാവശ്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ്, അവൾ 11 വയസ്സേ ആയിട്ടുള്ളൂ. പിന്നെ അപ്പുവിനേക്കാൾ വളരെ മെലിഞ്ഞ് അതുപോലെ തന്നെ കറുത്തിട്ടുമാണ്. പിന്നെ അവൾ അത്ര വൃത്തിയില്ലാത്തൊരു സാരിയായിരുന്നു ഉടുത്തിരുന്നത്. പിന്നെ അവളുടെ പറയുന്നത്, കൈ നിറയെ കുപ്പിവളകൾ കിലുങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല കാറ്റത്ത് അവളുടെ മുടിയിഴകൾ, അവളുടെ വരണ്ട മുടി ഇങ്ങനെ പറക്കുമായിരുന്നു. ദാറ്റ് വാസ് ദുർഗ. അപ്പോൾ ഇതാണ് ദുർഗയുടെ. അപ്പം ദുർഗേനെ നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇതാണ് ദുർഗയുടെ അപ്പിയറൻസ്. ദുർഗയുടെ കാഴ്ചയിൽ ദുർഗ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓൺ ഹെർ ഫൈൻലി ഷേപ്പ്ഡ് ഫേസ് ഹെർ ഐസ് ലോങ് ലാർജ് ലൈക്ക് ഹെർ ബ്രദർ. അപ്പോൾ അവളുടെ ഫൈൻലി ഷേപ്പ്ഡ് ഫേസ് എന്ന് വെച്ചാൽ നല്ല ഷേപ്പുള്ള മുഖം നമ്മൾ പറയൂലേ, ഫൈൻലി ഷേപ്പ്ഡ് ആയിട്ടുള്ള നല്ല ഷേപ്പുള്ള മുഖത്തിൽ അവളുടെ അനിയനെ പോലെ തന്നെ അവളുടെ ലാർജ് ഐസാണ്, ഐസ് ഷോൺ ലാർജ് ലൈക്ക് ഹെർ ബ്രദർ. അപ്പോൾ അവളുടെ അനിയനെ പോലെ തന്നെ വലിയ ഉണ്ട കണ്ണുകൾ കാണപ്പെട്ടു. അപ്പോൾ അവളുടെ ഫൈൻലി ഷേപ്പ്ഡ്, വളരെ നല്ല ഷേപ്പ്ഡ് ആയിട്ടുള്ള മുഖത്ത് അവളുടെ അനിയനെ പോലെ തന്നെ അവളുടെ കണ്ണുകൾ വളരെ വലുതായിട്ട് കാണപ്പെട്ടു. ഇനി പോയൊക്കെയാണ്, വാട്ട് ഈസ് ഇറ്റ് ആസ്ക്ഡ് അപ്പു ജമ്പിങ് ഓഫ് ദ വരാന്ത ഇൻ ഫ്രണ്ട് ഓഫ് ദർ ഹൗസ് ആൻഡ് കമ്മിങ് അപ്പ് ടു ഹെർ. അപ്പം ഇവളുടെ കയ്യിൽ എന്തോ ഉണ്ട്. അപ്പോൾ ചിത്രം നോക്കി, അവളുടെ സാരി കണ്ടോ, നിങ്ങൾ സാരി ഉടുത്തേക്കുന്നുണ്ടോ? ഇതായിരുന്നു ആ പഥേർ പാഞ്ചാലി സിനിമയിലും അവൾ ഇതുപോലെയാണ് ഡ്രസ്സ് ചെയ്തേക്കുന്നത്, ഇങ്ങനൊരു സാരിയാണ് ഉടുത്തേക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഇറ്റ്. അപ്പോൾ അപ്പു ചോദിക്കുന്നത്, അതെന്താ? അപ്പു ജമ്പിങ് ഓഫ് ദ വരാന്ത ഇൻ ഫ്രണ്ട് ഓഫ് ദർ ഹൗസ് ആൻഡ് കമ്മിങ് അപ്പ് ടു ഹെർ. അപ്പോൾ അപ്പു വരാന്തേന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അപ്പു വരാന്തേന്ന് ചാടി അവളുടെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുകയാണ്, എന്താണ്? അപ്പോൾ അവളുടെ കയ്യിൽ എന്തോ ഉണ്ട്. ദുർഗ ഹെൽഡ് എ ഹാഫ് കോക്കനട്ട് ഷെൽഡ് ഇൻ ഹെർ ഹാൻഡ്സ്. അപ്പോൾ അവളുടെ കയ്യിൽ ഒരു പകുതി, അപ്പോൾ നമ്മൾ തേങ്ങ പൊതിക്കുമ്പോൾ 2 ചിരട്ടയാവില്ലേ, അപ്പോൾ ഒരു ചിരട്ടയുടെ പകുതി അവളുടെ കയ്യിലുണ്ട്. ഷീ ലോവേർഡ് ഇറ്റ് ആൻഡ് ഷോൺ അപ്പു ഇറ്റ്സ് കണ്ടന്റ്. അപ്പോൾ അവളിങ്ങനെ പതുക്കെ താത്തിട്ട് അപ്പുവിന് അതിൻ്റെ അകത്ത് എന്താണെന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ അപ്പു വരാന്തയെ നോക്കുമ്പോൾ ഇവള് പ്ലാവിൻ്റെ പിറകിലിരിക്കുകയാണ്. അപ്പോൾ അപ്പു നോക്കിയപ്പോൾ അവളുടെ കയ്യിൽ എന്തോ ഉണ്ട്. അപ്പോൾ അപ്പു വരാന്തേന്ന് ചാടി വന്നിട്ട് അവളോട് ചോദിക്കണം, എന്താണ് കയ്യിൽ? അപ്പോൾ അവൾ അപ്പുവിന് വേണ്ടി പതുക്കെ അതൊന്ന് താത്തു കൊടുത്തു, കയ്യിൽ എന്താണെന്ന് കാണിക്കാൻ. അപ്പോൾ എന്താണ് കയ്യിൽ നോക്കിക്കേ, സ്ലൈസ് ഓഫ് എ ടെൻഡർ ഗ്രീൻ മാംഗോ ബിഫോർ ദ സീഡ് ഹാർഡനിങ്. അപ്പോൾ എന്താണ് അവളുടെ കയ്യിലെന്ന് പറഞ്ഞാൽ, സ്ലൈസ് ഓഫ് എ
ടെൻഡർ ഗ്രീൻ മാങ്ങോ, വളരെ ഇളം പച്ച നിറത്തിലുള്ള മാങ്ങയുടെ കഷ്ണങ്ങളാണ്. അതിൻ്റെ വിത്തൊക്കെ വളരെ കട്ടിയായിട്ട് മാറുന്നതിന് തൊട്ട് മുമ്പുള്ള ഇളം പച്ച നിറത്തിലുള്ള മാങ്ങയുടെ കഷ്ണങ്ങളാണ്. ദെൻ ഇൻ ആൻ അണ്ടർടോൺ ഈസ് മാ ബാക്ക് ഫ്രം ദ ഗട്ട്? നോ സെഡ് അബു ഷേക്കിംഗ് ഹിസ് ഹെഡ്. എന്നിട്ട് അവളിങ്ങനെ വളരെ താഴ്ന്നൊരു വോയിസിൽ, ശബ്ദത്തിൽ ചോദിക്കുകയാണ്, ഈസ് മാ ബാക്ക് ഫ്രം ദ ഗട്ട്. ഗട്ട് എന്ന് പറഞ്ഞാൽ താഴ്വര എന്നാണ് അർത്ഥം കേട്ടോ, താഴ്വര. അപ്പം അപ്പുവിനോട് ഈ ആര് ചോദിക്കുകയാണ്, ദുർഗ ചോദിക്കുകയാണ്, അമ്മ താഴ്വരയിൽ നിന്ന് തിരിച്ചു വന്നോ? താഴ്വര എന്ന് പറയുന്നത് അവർ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു സ്ഥലമായിരിക്കും, താഴ്വരയിൽ നിന്ന് വരുന്നത്. അപ്പം നോ സെഡ് അബു ഷേക്കിംഗ് ഹിസ് ഹെഡ്. അപ്പോൾ അപ്പു തലയാട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്താണ്, ഇല്ല അമ്മ ഇതുവരെ വന്നില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഇത്രയും മനസ്സിലായോ മേക്കിംഗ് എ മാംഗോ പിക്കിൾ? അപ്പോൾ എന്താണ് പറയുന്നത്, നമ്മുടെ രാവിലെ 8-9 മണിയായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ മുഖത്ത് കാണും. അപ്പോൾ അപ്പു എന്താണ് അവൻ്റെ വരാന്തയിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുറ്റത്ത് നിന്നുള്ള പ്ലാവിൻ്റെ പിറകിൽ നിന്നിട്ട് ദുർഗ ഇങ്ങനെ അവനെ വിളിച്ചപ്പം അപ്പോൾ അവളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കണം. കാരണം ഇത് അവളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ ചോദിക്കും പരീക്ഷയ്ക്ക്. അപ്പോൾ അവളെന്താണ് പറയണം, അവൾ എബൌട്ട് 11 ആണ്, 11 വയസ്സായിട്ടേ ഉള്ളൂ. പിന്നെ എന്താണ്, ഡാർക്കർ ആൻഡ് തിൻ ദാൻ അപ്പുവിനേക്കാളും വളരെ മെലിഞ്ഞിട്ടും കറുത്തിട്ടുമാണ്. ഗ്ലാസ് ബാംഗിൾസ് ക്ലിങ്ങിങ് ഓൺ ഹെർ ഹാംസ്. അവളുടെ കയ്യിൽ കുപ്പിവളകൾ എന്താണ് കിലുങ്ങുന്നുണ്ടായിരുന്നു. നോൺ ടു ക്ലീൻ സാരി. അപ്പോൾ അവൾ ഉടുത്തേക്കുന്ന ഡ്രസ്സ് കണ്ടോ, ഇതേപോലെയാണ് ആ സിനിമയിലും കേട്ടോ. അതായത് വളരെ നോൺ ടു ആയിട്ട് അത്ര വൃത്തിയില്ലാത്തതായിട്ടൊരു സാരിയാണ് അവൾ ഉടുത്തേക്കുന്നത്. അപ്പോൾ പിന്നെ എന്താണ്, അവളുടെ ഡ്രൈ ഹെയർ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ വീശി അവളുടെ പറക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അതാണ് ദുർഗയുടെ അപ്പിയറൻസ് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കും. ഓൺ ഹെയർ ഫേസ് ഫൈൻലി ഷേപ്പ്ഡ് ഫേസിൽ എന്താണ്, വളരെ അവളെ അനിയനെ പോലെ തന്നെ വളരെ ഉരുണ്ട കണ്ണുകൾ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ എന്താണ്, അപ്പം അപ്പുവിനെ ഇങ്ങനെ വിളിച്ചപ്പോൾ അപ്പുവിനെ കാണാൻ പറ്റി അവളുടെ കയ്യിൽ എന്തുകൊണ്ട്. അപ്പോൾ അപ്പു വരാന്തയിൽ നിന്ന് മുറ്റത്തോട്ട് പോയിട്ട് അവൾ അടുത്തോട്ട് വരെ നോക്കുമ്പോൾ അവളുടെ കയ്യിലൊരു ചിരട്ടയുണ്ട്. അപ്പോൾ അപ്പുവിന് കാണാൻ വേണ്ടി അവൾ ആ ചിരട്ട ഒന്ന് താത്തു കൊടുത്തു. അപ്പോൾ താത്തു കൊടുത്തപ്പോൾ അതിൽ വളരെ ഇളം പച്ച നിറത്തിലുള്ള മാങ്ങാ കഷ്ണങ്ങളാണ് ഇരിക്കുന്നത്. എന്നിട്ട് എന്താണ്, ഇവൾ അപ്പുവിനോട് ചോദിക്കുന്നുണ്ട്, ഈസ്മാ ബാക്ക് ഫ്രം ദ ഗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, താഴ്വരയിൽ നിന്ന് അമ്മ വന്നു. അപ്പോൾ അപ്പു എന്താണ്, തല ആട്ടിട്ട് പറയാണ്, ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ഇത്രയാണ് നമ്മൾ നോക്കുന്നത്.